സോ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഹൈവേ ടച്ച്, ഒരു മെട്രോ ടച്ച് ആൻഡ് എ ഗ്രേറ്റ് കണക്ടിവിറ്റി ടുവേഴ്സ് അതർ ലൊക്കേഷൻ നമുക്ക് അവൈലബിൾ കിട്ടുന്നുണ്ടെങ്കിൽ ഐ ഫീൽ ഇറ്റ്സ് എ വെരി ഗുഡ് പ്രൈസ് പോയിന്റ് ആസ് എൻ ഏർലി ഇൻവെസ്റ്റർ. എവരിവൺ, വെൽക്കം ടു റിയൽ എസ്റ്റേറ്റ് വിത്ത് അരുൺ. ഇന്ന് ഞാൻ ആക്ച്വലി മെൻഷൻ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ കൊച്ചിയിൽ എനിക്ക് വളരെ സെൻസിബിൾ ആയിട്ട് തോന്നിയ ഒരു ലൊക്കേഷനാണ്. ആക്ച്വലി ലൊക്കേഷൻ എടുത്ത് പറയുകയാണെങ്കിൽ, ആസ് യു ഓൾ നോ, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻവെസ്റ്റ് ഇൻ റിയൽ എസ്റ്റേറ്റ്, ദെയർ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് എ ഗ്രേറ്റ് ലൊക്കേഷൻ, സ്പെഷ്യലി ഇൻവെസ്റ്റേഴ്സിന്. കാരണം എൻഡ് യൂസർ നമുക്ക് പിന്നെയും നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യും. പക്ഷേ ഒരു റൈറ്റ് ലൊക്കേഷൻ, അപ്കമിങ് ലൊക്കേഷൻ, വാല്യൂ ഉള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നല്ലൊരു വാല്യൂ വരാൻ സ്കോപ്പുള്ള ഒരു ലൊക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഇൻവെസ്റ്ററിൻ്റെ ഒരു റൈറ്റ് മൂവ് ആണ്. സോ ഇന്നത്തെ പ്രോജക്റ്റ് എടുത്ത് പറയുകയാണെങ്കിൽ, ലുലു മോളിൽ നിന്ന് ക്യുസാറ്റിലേക്ക് പോകുന്ന ഡയറക്ഷൻ, ദാറ്റ് മീൻസ് ലുലു മോളിൻ്റെ അവിടെ നിന്ന് 2 സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ മെട്രോ സ്റ്റേഷൻ ഇറങ്ങുന്ന ക്യുസാറ്റ് മെട്രോ സ്റ്റേഷൻ്റെ ജസ്റ്റ് സൈഡിലായിട്ട് അഡ്ജസ്റ്റൻ്റ് ഒരു പ്ലോട്ടാണ്. ഇത് ഏകദേശം ഒരു 28 സെന്റിന്റെ ലാൻഡ് പാർസലാണ്. ഇത് ഹൈവേ ടച്ച് ആണ്, മെട്രോ ആക്സസ് ഉണ്ട്, ആൻഡ് നമുക്ക് ഗ്രേറ്റ് കണക്ടിവിറ്റി ഉണ്ട് ടുവേർഡ്സ് എടപ്പള്ളി, ടുവേർഡ്സ് റൈറ്റ് സൈഡ്, ആൻഡ് ടുവേർഡ്സ് എയർപോർട്ട് കളമശ്ശേരി സൈഡ് ടുവേർഡ്സ് ലെഫ്റ്റ്. ഈ ഒരു ലൊക്കേഷനിലാണ് നമുക്ക് ഈ പറഞ്ഞ പ്രോജക്റ്റ് വരുന്നത്. ഇതിൻ്റെ ഒരു ലൊക്കേഷൻ എടുത്ത് പറയുമ്പോൾ എനിക്ക് മേജർ ഹൈലൈറ്റ് ചെയ്യുന്ന ഹൈവേ മെട്രോയും സെയിം ആക്സസ് പോയിന്റിലാണ്. സോ നമുക്ക് ട്രാവൽ ചെയ്യാനാണെങ്കിൽ എടപ്പള്ളിയുടെ ഒരു ട്രാഫിക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് നമുക്ക് സീപോർട്ട് എയർപോർട്ട് റൂട്ടിലേക്ക് നല്ല കണക്ടിവിറ്റി ഉണ്ട്. പ്ലസ് മെട്രോ യൂസ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗോ ഓൾ അക്രോസ് കൊച്ചി. ഇപ്പോൾ നമുക്ക് പാലാരിവട്ടം ടു ഇൻഫോ പാർക്ക് എക്സ്റ്റൻഷനും വരുന്നുണ്ട്, വിച്ച് ക്യാൻ ബി യൂസ് ത്രൂ ദിസ് മെട്രോ. സോ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള എല്ലാ സൊല്യൂഷൻസും ഈ ലൊക്കേഷനിൽ വരുന്നുണ്ട്. സ്കൂൾസ് എടുത്ത് പറയുകയാണെങ്കിൽ രാജഗിരി, ഫ്യൂച്ചറിൽ ഫ്രണ്ടിൽ തന്നെ ഒരു HIIM ക്യാമ്പസ് വരുന്നുണ്ട്. അത് ഈ ഉസാറ്റിൻ്റെ അടുത്താണ് അവർ ലാൻഡ് സെലക്ട് ചെയ്തിരിക്കുന്നത്. തൃക്കാക്കരയിലേക്ക് ഒരു നല്ല കണക്ടിവിറ്റി ലൊക്കേഷൻ ഉണ്ട്. വേണ്ടത് ഹോസ്പിറ്റൽസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എഗെയിൻ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ളത് കിൻഡർ ആണ്. സോ കിൻഡർ അവിടെ നിന്ന് വളരെ അടുത്തായിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. സോ ഹോസ്പിറ്റൽ, കമ്മ്യൂട്ടേഷൻ, ട്രാവൽ, സ്കൂൾസ് എല്ലാം ഈ ഒരു ലൊക്കേഷനിൽ വരുന്നുണ്ട്. ആൻഡ് ഈ ലൊക്കേഷൻ അറിയാവുന്നവർക്ക് അറിയാം, ദിസ് ഇസ് ജസ്റ്റ് എൻ അഡ്ജസൻറ്റ് ഹൈവേ ടച്ച് പ്ലോട്ട്. ഹൈവേ ടച്ച് പ്ലോട്ടിൽ ഒരു റെസിഡൻഷ്യൽ ആ ഒരു പാച്ചിൽ വളരെ റെയർ ആണ്. കാരണം അവിടെ മിക്കതും കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആണ്. ഈ ലാൻഡ് ഞാൻ കണ്ട ടൈമിൽ ഐ റിയലി തോട്ട് ദേ വിൽ കം അപ്പ് വിത്ത് സം കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ്. കാരണം എക്കണോമിക്കലി കുറച്ചും കൂടി വയബിൾ ആക്കണമെങ്കിൽ ശരിക്കും കൊമേഴ്ഷ്യലാണ് അവിടെ പെർഫെക്റ്റ്. വൈ? ബിക്കോസ് ദ ലാൻഡ് വാല്യൂ ഇസ് വെരി ഹൈ. ഇറ്റ്സ് കമ്മിങ് അറൌണ്ട് 50 to 55 lakhs per cent. കൊമേഴ്ഷ്യൽ പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്ഥലത്ത് നമുക്ക് റെസിഡൻഷ്യൽ സ്ക്വയർ ഫീറ്റ് ഓൺ ചെയ്യാൻ പറ്റുന്നത്, ഇഫ് ഇറ്റ്സ് അറ്റ് എ ഗുഡ് പ്രൈസ്, ഇറ്റ്സ് എ ഗ്രേറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ആക്ച്വലി ഞാൻ എപ്പോഴും അത് തിങ്ക് ചെയ്യുന്നൊരു ഫാക്ടറാണ്. ഇൻ ടോട്ടൽ ഈ ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 14 ഫ്ലോർസ് ആണ്. നമുക്ക് 2 ലെവൽ അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിംഗ്, ഗ്രൗണ്ടിൽ നിന്ന് 2 ഫ്ലോർ കൊമേഴ്ഷ്യൽ ഏരിയ വരുന്നുണ്ട്. 3rd ഫ്ലോർ തൊട്ട് മുകളിലേക്കുള്ള അപ്പാർട്ട്മെന്റ്സിൽ നമുക്ക് ആക്സസ് കാർഡ് വെച്ചിട്ട് റെസിഡൻഷ്യൽ സ്പേസ് ആണ്. ഒരു ഫ്ലോറിൽ 4 അപ്പാർട്ട്മെന്റാണ് വരുന്നത്. നമുക്ക് റൈറ്റ് സൈഡിൽ 2 2 ബെഡ്സും 3ഉം 4ഉം വരുന്നത്. സോ ഇൻവെസ്റ്റേഴ്സിന് നമുക്ക് 2 ബെഡ് ഓപ്ഷൻസ് വളരെ ഐഡിയലി അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു 1150 സ്ക്വയർ ഫീറ്റിന്റെ 2 ബെഡ് തൊട്ട് ഒരു 2200 സ്ക്വയർ ഫീറ്റിന്റെ 4 ബെഡ് വരെയുള്ള ലേ ഔട്ട് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഏർലി ഇൻവെസ്റ്റ്മെന്റ് ട്രൈ ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 2 ബെഡോ 3 ബെഡോ ഇവിടെ ഡെഫിനറ്റ്ലി ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബിക്കോസ് ഓഫ് ദ സ്ക്വയർ ഫീറ്റ് പ്രൈസ് ആൻഡ് ദ ലൊക്കേഷൻ. എല്ലാ അമ്യൂണിറ്റീസും ഈ ബിൽഡിംഗിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫ് ടോപ്പിൽ തന്നെ ഇൻഫിനിറ്റി പൂൾ ആണെങ്കിലും, റീഡിംഗ് റൂം ആണെങ്കിലും, ക്ലബ് ഹൗസസ് ആണെങ്കിലും എല്ലാം അവർ റൂഫ് ടോപ്പിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് അടിയിൽ ചെറിയ രീതിയിൽ കിഡ്സ് ഏരിയ എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു അമ്യൂണിറ്റി സെൻട്രിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ അല്ല. ഇത് ശരിക്കും വി ആർ ആക്ച്വലി ബൈയിങ് ഇറ്റ് ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ്. ആൻഡ് റെന്റൽ സ്കോപ്പും വളരെ ഹൈ ആയിരിക്കും ബിക്കോസ് ഓഫ് ദ ലൊക്കേഷൻ. കാരണം anyone who travel through this road, they will be actually able to see the unit. They will be actually able to see the project because it's a highway touch project. സോ അതിൽ നമുക്കൊരു ഏർലി പ്രൈസിൽ എൻ്റർ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊരു റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് മൂവ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. ആൻഡ് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഡു ഫോളോ റിയൽ എസ്റ്റേറ്റ് വിത്ത് അരുൺ, ആൻഡ് ഓൾസോ ഡു കോൾ ഇൻ ദിസ് നമ്പർ ഫോർ ഫർദർ ഡിസ്കഷൻ. When it comes to the pricing, I'm sure that this is very exciting because നമുക്കൊരു 1150 സ്ക്വയർ ഫീറ്റ് അറൌണ്ട് 99 lakhs പ്ലസിലാണ് നമുക്ക് അവൈലബിൾ ഉള്ളത്. സോ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഹൈവേ ടച്ച്, ഒരു മെട്രോ ടച്ച് ആൻഡ് എ ഗ്രേറ്റ് കണക്ടിവിറ്റി ടുവേഴ്സ് അതർ ലൊക്കേഷൻ നമുക്ക് അവൈലബിൾ കിട്ടുന്നുണ്ടെങ്കിൽ ഐ ഫീൽ ഇറ്റ്സ് എ വെരി ഗുഡ് പ്രൈസ് പോയിന്റ് ആസ് എൻ ഏർലി ഇൻവെസ്റ്റർ. സോ ഇതുപോലുള്ള പ്രോജക്റ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഡു റീച്ച് ഔട്ട്. ആൻഡ് ഓൾസോ ഈ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി നമുക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് വിൽ ഹാവ് എ detailed discussion and understand whether this project fits into or not. Have a great day.